कार्पण्यदोषोपगतस्वभावകवृक्षामतां धर्मसमूढचेतक यश्रेयस्या निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शादिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ 7-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ആ 5 ശ്ലോകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു. അത് 5ഉം ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അമാനിത്തം മതമഹിത്വം അഹിംസ ശാന്തിരാജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിര അഭിക്ഷങ്ക പുത്രധാരാഗ്രഹാദിഷു നിത്യം ച സമചിത്വം ഇഷ്ടാനിഷ്ടോ ഉപപത്തിഷു മയീ ച മനന്യയോഗേന ഭക്തിരവ്യഭിചാരണീ വിവിക്തദേശ സേവിത്വം മരതജനസംസദി ആധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതം പ്രോക്തം അജ്ഞാനം എതതു അന്യത. യഥാർത്ഥത്തിൽ ശരീരത്തിലുള്ള ഈശ്വരീയ ശക്തികൾക്ക് ആധാരമായിട്ടാണ് ജീവചൈതന്യം മുതൽ ശരീരത്തിലുള്ള ഓരോ നാഡീവ്യൂഹങ്ങളും പ്രവർത്തിക്കുന്നത്. അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 24 ഘടകങ്ങളും ഈശ്വരശക്തിയാകുന്ന 25-ാമത്തെ ജീവചൈതന്യവുമാണ് ശരീരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ശരീരത്തിലെ 18 ശക്തികൾ, 11 ഇന്ദ്രിയങ്ങൾ, പ്രത്യക്ഷമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിലുള്ള 8 ശക്തികൾ കൂടി ആക്ടിവേറ്റ് ചെയ്താൽ ഒരു ശരീരത്തിൽ, യഥാർത്ഥ മനുഷ്യ ശരീരത്തിൽ പ്രകടമാകേണ്ടതായ സ്വഭാവത്തെയാണ്, ഭാവത്തെയാണ് ഇവിടെ അറിവിന്റെ ഭണ്ഡാരമായിട്ട് ഭഗവാൻ 5 ശ്ലോകത്തിലൂടെ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം സജീവമായിട്ട് പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രഭാവമൊക്കെ 100% ആ വ്യക്തിയിൽ പ്രകടമാകണം. അതാണ് ഈ അറിവിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ ഇതിൽ എന്തൊക്കെ നമുക്കുണ്ട്, ഇല്ലാത്തതെന്ത് എന്ന് സ്വയം സ്വഭാവത്തിലൂടെ തന്നെ ശരീരത്തിലൂടെ കണ്ടെത്തി അതിനെ, ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയും ഉള്ളതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് മനുഷ്യ ശരീരത്തിലെ പ്രഥമ ധർമ്മം. ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിപാസ്തേ സത്യദാനാമത് പരമ ഭക്താസ്യ അതീവമേ പ്രിയ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഈ ശ്രേഷ്ഠത കൈവരുത്താത്തിടത്തോളം കാലം ഗുരുവായൂരപ്പന്റെ പ്രീതി സമ്പാദിക്കാൻ സാധ്യമല്ല. നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ ഈ പ്രകാരം, ഭഗവാൻ പറയുന്ന പ്രകാരം സംരക്ഷിച്ച് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം. അത് കഴിഞ്ഞിട്ടല്ലേ കുടുംബ സംരക്ഷണവും, നമ്മുടെ ജീവനെ പോലും, ശരീരത്തെ പോലും യഥാവിധി സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ഈ ശ്രേഷ്ഠത കൈവരുത്തുക തന്നെ വേണം. ഇതിൽ യാതൊരു സംശയവും വേണ്ട. എന്ന് വരെ ഇത് പ്രാപ്തമാക്കുന്നില്ലയോ അന്ന് വരെ അനായാസന ജീവിതം സാധ്യമല്ല. താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും പെട്ട് സംസാര ബന്ധനത്തിൽപ്പെട്ട് പ്രാരാബ്ധങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ഈ സംസാരത്തിൽ തന്നെ ചുറ്റിത്തിരിയേണ്ടതായിട്ട് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ അറിവ് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ഈ പറയുന്ന 5 ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. താൻ കേമനാണെന്ന ഭാവം, അതാണ് നമുക്ക് ആദ്യം ഉണ്ടാകുക. ഞാനെന്ന ഭാവം, അതിൽ ഞാൻ ആരുടെ മുമ്പിലും താൻ ഉള്ളവ, എത്ര അറിവില്ലാത്ത ആളാണെങ്കിലും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സ്വഭാവത്തിലെ ഏറ്റവും വലിയ ഭാവമാണ്, എത്ര അറിവ് ഇല്ലാത്ത തെറ്റ് ചെയ്താൽ പോലും ഞാൻ ചെയ്താ ശരി എന്ന് പറയുന്ന എൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, ആ തെറ്റ് ചെയ്താൽ പോലും അതിനെ പ്രകടമാക്കാൻ വേണ്ടിയിട്ട് പലതരം ഭാവങ്ങൾ കാണിച്ച് ഈ ഗോയ്സ് എന്ന് പറയും ഞാനാണ് കേമൻ എന്ന ഭാവം. ഒരിക്കലും വിട്ടുകൊടുക്കുന്ന സ്വഭാവമില്ലായിരുന്നു. ഞാനാണ് എല്ലാത്തിലും കേമൻ എന്ന ഭാവം നമ്മളിൽ ജനിച്ചാൽ ആ മരണം വരെ ഉണ്ടാകുന്ന ഒരു ഭാവമാണ്. സ്വഭാവത്തെ, താൻ കേമനാണെന്ന ഭാവം ഇല്ലാതിരിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഈ താൻ കേമനാണെന്ന ഭാവം മനുഷ്യ ശരീരം കിട്ടിയാൽ എല്ലാവർക്കും ബാധകമാകും. ബ്രാഹ്മണനോ ചണ്ടാലനോ ആയാലും സ്ത്രീയോ പുരുഷനോ ആയാലും ഞാനാണ് കേമൻ എന്നുള്ള ഭാവം എല്ലാവരിലും ഉണ്ട്. അത് ജന്മസിദ്ധമായിട്ട് നമ്മളിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവം. പക്ഷെ അതിനെ തുടച്ചു നീക്കണം, അത് ഇല്ലാതെയാക്കണം. അതുവരെ ഈശ്വരന്റെ പ്രീതി നേടാൻ സാധ്യമല്ല എന്നർത്ഥം.
അതാണ് അമാനിത്വം മതമവിത്വം എന്ന് പറഞ്ഞത്. പിന്നെ ഗർവില്ലാതിരിക്കുക, ഈഗോയിസം എന്ന് പറയുന്നത്. ഗർവ് നമ്മുടെ ഏറ്റവും, അതും ജന്മസിദ്ധമായൊരു സ്വഭാവമാണ്. ശരീരം കിട്ടിയാൽ അതിൽ നിന്ന് നമ്മുടെ കേമത്തം കാണിക്കുക എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഗൗരവം, തൻ്റെ ആ ഗർവ് കാണിക്കും. കേമത്തം കാണിക്കാൻ, താൻ കേമനാണെന്ന് കാണിച്ചാൽ അത് പ്രകടമാക്കുന്ന ഒരു ഭാവമാണ് ഗർവ് എന്ന് പറയുന്നത്. അതായത് ഈഗോ, ആർക്കും വിട്ടുകൊടുക്കാത്ത ധാർഷ്ട്യം കാണിക്കുക ഈ ഗർവിൽ നിന്നാണ്. പിന്നെ അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ചു കൊല്ലുന്നതോ വെട്ടിക്കൊല്ലുന്നതോ തട്ടിക്കൊല്ലുന്നതോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ അഹിംസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കരുത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റായ വാക്കുകൾ പറഞ്ഞ്, നികൃഷ്ടമായ വാക്കുകൾ പറഞ്ഞ് അത് വേദനിപ്പിച്ചാൽ അത് തന്നെ ഹിംസയാണ്. അപ്പൊ അഹിംസ എന്ന് പറഞ്ഞാലോ, ആരെയും വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. പിന്നെ ജീവജാലങ്ങളുടെ കാര്യം മറ്റ് പ്രവൃത്തി കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അത് വേദനിപ്പിച്ചാൽ അത് പ്രാരാബ്ധം. ഒരാളുടെ അടുത്ത് തെറ്റായ വാക്ക് പ്രയോഗിച്ചാൽ അതേ വാക്ക് നമ്മൾ കേൾക്കാത്തിടത്തോളം കാലം ആ ബന്ധനം തീരുന്ന പ്രശ്നമില്ല. അതൊരു കടബാധ്യതയായിട്ട്, ഋണബാധ്യതയായിട്ട് നമ്മൾ ഉദ്ദേശിക്കും. കടം എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ കടം എന്ന് പറയുള്ളൂ. കടം വാക്കുകൊണ്ട് പോലും കടം വരാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് അച്ഛനോടോ അമ്മയോടോ മക്കൾ തെറ്റായ വാക്ക് ഉപയോഗിച്ച് അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച അച്ഛനും അമ്മയും ഒരിക്കലും മക്കളെ ശപിക്കൊന്നുമില്ല. പക്ഷെ അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും വാക്ക് പ്രയോഗിച്ചാൽ മതി, അതിൽ നിന്ന് അവരുടെ മനസ്സ് വേദനിച്ചാൽ അത് ശാപമായി തീരും. അപ്പൊ അഹിംസ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജീവിയെ പീഡിപ്പിക്കൽ മാത്രമല്ല, വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ പാടില്ല. അതാണ് അഹിംസ എന്ന് പറയുന്നത്. പിന്നെ ക്ഷമിക്കാനുള്ള കഴിവ്. ക്ഷമ ജന്മസിദ്ധമായിട്ട് തന്നെ നമ്മളിലുണ്ട്. പക്ഷേ നമ്മൾ വികാര വിചാരങ്ങൾക്ക് അടിമയായി കഴിഞ്ഞാൽ ഈ ക്ഷമയൊക്കെ പോയി മറയും, അത് പ്രകടമാകാതിരിക്കും. അപ്പൊ ക്ഷമിക്കാനുള്ള ശീലം ഉണ്ടാകണമെങ്കിൽ തന്നെ ആദ്യം തന്നെ അതാണ് ഈശ്വരീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കണം എന്ന് പറയുന്നത്. ഈ പറയുന്ന താനെന്ന കേമമില്ലാതിരിക്കണം, നമ്മുടെ കേമത്വം കാണിക്കാതിരിക്കണമെങ്കിലും ഗൗരവം കാണിക്കാതിരിക്കണമെങ്കിലും ഒക്കെ നമ്മുടെ ശരീരവും പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്, ജീവനും ഭഗവാന്റെ വരദാനമാണ് എന്ന വിധേയത്വ ഭാവം ഉണ്ടെങ്കിൽ അവിടെ ഈശ്വരീയ ഗുണങ്ങൾ നമ്മളിൽ പ്രകടമായാൽ നമുക്ക് ഈശ്വരന്റെ ഗുണമാകുന്ന ക്ഷമയൊക്കെ തന്നെ ഉണ്ടാകും. ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് മസിൽ പിടിച്ച് നടക്കൊന്നും വേണ്ട. നമ്മുടെ ഈശ്വരീയ യമനിയമങ്ങൾ പാലിക്കാൻ തുടങ്ങിയാൽ ഈ സ്വഭാവശുദ്ധി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ട്, അത് പ്രകടമാകാൻ തുടങ്ങും. ആ ഈശ്വരനെ വിധേയത്വം, അല്ലെ ഈശ്വരന്റെ മുമ്പിൽ നമസ്കരിക്കാനും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അതിൽ, നമ്മുടെ ശരീരത്തിനും ജീവനും എല്ലാ കാര്യങ്ങൾക്കും സൃഷ്ടിയിലുള്ള സകല സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും അധികാരിയായിരിക്കുന്ന ആ ഈശ്വര ശക്തിയെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആത്മശക്തി ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും. ആ ഈശ്വരീയമായ ഗുണങ്ങൾ മനുഷ്യ ശരീരത്തിൽ പൂർണ്ണമായിട്ട് എല്ലാവരിലും ഉണ്ട്. അത് 50% ശക്തിയാണ് ആദ്യം പ്രകടമാകുക. പക്ഷെ ആ 50% ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ പ്രകടമാകാൻ സാധ്യതയുള്ളത് ഈ താനെന്ന കേമത്തം കാണിക്കാൻ പോകും. പിന്നെ തൻ്റെ ഗൗരവം വിടാതെ പിടിക്കും, ധാർഷ്ട്യം കാണിക്കും, മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കും. അപ്പൊ അതൊക്കെ ഹിംസയായിട്ട്, നേരെ വിരുദ്ധമായിട്ട് പെരുമാറുന്ന അർത്ഥം. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള 50% ഈശ്വരീയ ശക്തികളെ ഉപയോഗിക്കുമ്പം നമ്മുടെ സ്വഭാവം അനുസരിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവങ്ങളായിരിക്കും ആദ്യം പ്രകടമാക്കുക. അപ്പൊ അതില്ലാതിരിക്കണം, താനെന്ന കേമത്വം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാം എന്ന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രകടമാക്കാതെ ഈശ്വരനെ വിധേയത്വ ആശ്രയം പ്രാപിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഭാവമൊക്കെ തന്നെ, സ്വഭാവശുദ്ധി അന്ധകരണ ശുദ്ധിയൊക്കെ തന്നെ വരുന്നർത്ഥം. പിന്നെ ആരുടെ മുമ്പിലും കേമത്വം, കാരണം കേമത്വം കാണിക്കാൻ നമുക്കൊന്നുമില്ല, നമ്മുടേതായിട്ട് സ്വന്തമാണ് ഇതൊക്കെ എന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഈ കേമത്വമൊക്കെ വരിക. ഈ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല. ഈ സ്വന്തമാണെന്ന് എൻ്റെ ശരീരം ഞാൻ എൻ്റെ എന്നുള്ള കേമത്വം വരാൻ കാരണം എന്താ? ഇതൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. നമ്മളൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് തൻ്റെ വേർപ്പ് പൊടിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല.
അപ്പോൾ ഈശ്വരനോട് വിധേയത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ കേമത്വം കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ശരീരം തന്നെ കിട്ടിയതും അതിൽ ഈ പറയുന്ന ശക്തികളൊക്കെ ഉള്ളതും. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്റെ ഈഗോയിസം പ്രകടമാക്കാനുള്ളതല്ല എന്നർത്ഥം. തന്റെ കേമത്വം കാണിക്കാനുള്ളതല്ല ഈശ്വരശക്തി. ഈശ്വരന്റെ കേമത്വമാണ് ശാശ്വതമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നാൽ ആ കൾച്ചറിൽ ശുദ്ധീകരണം നടന്നില്ലെങ്കിൽ ഈ പറയുന്ന സ്വഭാവം, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സ്വഭാവം നമ്മളിൽ പ്രകടമാകും. അതായത് കേമത്വം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കേമത്വം കാണിക്കും. പിന്നെ ഗർവ് കാണിക്കരുത്, കേമത്വം ഇല്ലെ ദാർഷ്ട്യം കാണിക്കരുത്, അത് കാണിക്കും. ആരെയും ഹിംസിക്കരുതെന്ന് പറയും, അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഹിംസ. നമ്മുടെ കൾച്ചറിന്റെ സ്വഭാവം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. അത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, ഏതെങ്കിലും തരത്തിലൊക്കെ വേദനിപ്പിക്കും. എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും ഇഷ്ടക്കേടുണ്ടാക്കിയാൽ പിന്നെ ഇഷ്ടമൊക്കെ അസ്ഥാനത്താവും. ഈ സ്വഭാവമൊക്കെ വരാൻ കാരണം പിന്നെ ക്ഷമയില്ലാതെ പെരുമാറും. ഛായതോ വിഷയാൻ പുംസൊക്കെ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്വഭാവം? സർവനാശം. എത്ര ഭക്തിയുള്ളവരാണെങ്കിൽ പോലും ദേഷ്യം വന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രകടമായ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധ്യായതോ വിഷയാൻ പുംസൊക്കെ സംഘസ്തേഷു ഉപജായതേ സംഘാസംജായതേ കാമാൽ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി വിഭംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശതി. അപ്പോൾ നമ്മുടെ ഏറ്റവും സർവനാശം വരുത്തുന്നതാണ് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ലെങ്കിൽ. എല്ലാ കാര്യത്തിലും കുറച്ചൊരു പക്വത, ഒരു എന്താ പറഞ്ഞേ, ഒരു ക്ഷമയോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. ടെൻഷനായിട്ട് ചാടി പുറപ്പെട്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുകയും ഇതൊക്കെ ക്ഷമയില്ലായ്മയാണ്. ടെൻഷൻ എടുക്കുകയും ഇതൊക്കെ ക്ഷമയില്ലാത്തത് കൊണ്ട് വരുന്നതാ. അപ്പൊ ഒരു പക്വത വരുത്തുക എന്ന് പറഞ്ഞ സമചിത്തത കൈവരുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ക്ഷമയൊക്കെ തന്നെ ഉണ്ടാകും. വക്രബുദ്ധി ഇല്ലാതിരിക്കുക, താൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാതിരിക്കണം. പിന്നെ മതമഭിത്വം എന്ന് പറയുന്നത് ദമ്പ് കാണിക്കുക, അഹങ്കാരം പ്രകടമാക്കുക. അഹിംസ, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോലും വേദനിപ്പിക്കാതിരിക്കുക. ക്ഷമ, ശാന്തിക്കാണ് ക്ഷമ എന്ന് പറയുന്നത്. ശാന്തമായിട്ടിരിക്കുന്നവന് ക്ഷമയുണ്ടാവും എന്നർത്ഥം. പിന്നെ ആർജവം, അതായത് വക്രബുദ്ധി ഇല്ലാതിരിക്കുക. അത് നമുക്ക് വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് കുടില ബുദ്ധിയും വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നതിനെ വക്രബുദ്ധി എന്ന് പറയുന്നത്. നേരെ മൂക്ക് പിടിക്കേണ്ടതിന് പകരം വളച്ച് പിന്നിക്കൂടെ കൈയിട്ടിട്ട് പിടിക്കാൻ കുറച്ച് വിഷമമാണ്. അപ്പൊ ഇത്തരത്തിൽ വക്രബുദ്ധി കാണിക്കാനും നമ്മൾ കേവന്മാരാണ്. അതില്ലാതിരിക്കണം. അതാണ് ഈശ്വരീയ ഗുണം. അപ്പം യമനിയമങ്ങളുടെ ഒരു ലളിതമായ രീതിയിൽ ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സ്വഭാവത്തിൽ ശുദ്ധീകരണം ഉണ്ടാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് വക്രബുദ്ധിയോടുകൂടി ആരോടും, ബന്ധുക്കളായിട്ട് ശത്രുക്കളായിട്ട് ആരോടും അത്തരത്തിൽ പെരുമാറരുത്. പിന്നെ ആചാര്യ ഉപാസനം. ആചാര്യ ഉപാസനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവുള്ളവരെ ഒക്കെ ഗുരുവായിട്ട് കാണുന്നു. ഭാഗവതത്തിലൊക്കെ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ കണ്ടും കേട്ടും ഒക്കെ പലതിൽ നിന്നും എന്തൊക്കെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവ് ശേഖരിക്കുന്നതിന് ഉതകുന്നതായ എല്ലാ വിഷയങ്ങളും ഗുരു തന്നെയാണ്. അതിലെല്ലാം എല്ലാ വിഷയങ്ങളിലും ഗുണവും ദോഷവും ഉണ്ട്. അതില് ഗുരുത്വഭാവമില്ല. ഗുരുത്വമുണ്ടെങ്കിൽ അതിലെല്ലാ ഗുണത്തെയും ദോഷത്തെയും തിരിച്ചറിയാൻ സാധിക്കും. ഗുണത്തെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഗുരു ആചാര്യന്മാര് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പക്വത വന്നവരെ, അതായത് തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ, തത്വദർശികളെ മാത്രമേ ഗുരുവായിട്ട് സ്വീകരിക്കാവൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തത്വദർശനം എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവത്തിലൂടെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞവർ. ഈ പ്രപഞ്ചത്തിന്റെ വിദ്യാദി ദോഷങ്ങളും അവിദ്യാദി ദോഷങ്ങളും ഒരേപോലെ തന്നെ ബ്രഹ്മശക്തിയിൽ നിന്ന് വിദ്യയും ഉണ്ടായിട്ടുണ്ട്, അവിദ്യയും ഉണ്ടായിട്ടുണ്ട്. അപ്പം വിദ്യ തന്നെയാണെങ്കിലും അതിനെ യഥാവിധി ഉപയോഗിക്കുമ്പോൾ അതിൽ തന്നെ ദോഷങ്ങള് പറ്റിച്ചേർന്നാണ് നിൽക്കുന്നത്. അതാണ് അവിദ്യാദി ദോഷങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ സകല ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാ വസ്തുക്കളിലും ഗുണമുണ്ട്, ദോഷമുണ്ട്. വിദ്യയോടൊപ്പം അവിദ്യയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ തിരിച്ചറിയുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഗുരു. അപ്പം ആ ഗുരുവിനെ ഉപാസിക്കണം. കാരണം ആ ഗുരുവാണ് യഥാർത്ഥത്തിൽ നല്ല മാർഗം കാണിച്ചു തരുന്നത്. ഇപ്പൊ ഗുരുവായൂരപ്പൻ തന്നെ പറയുന്ന ഈ കാര്യങ്ങള്
ഭഗവാനെ ഗുരുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഗുരു പറയുന്നത് എന്താണോ അക്ഷരം പ്രതി അനുസരിക്കുകയും കൂടെ വേണം. അവിടെ അനുകരിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണെന്നും പൗണ്ട്രകന്റെ കൂട്ട് ഗുരുവായൂരപ്പൻ്റെ വേഷം കെട്ടി നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ഗുരുവായൂരപ്പനാണെന്ന് പറഞ്ഞു. പക്ഷെ മനസ്സുകൊണ്ട് അന്ധക്കരണ ശുദ്ധി നമ്മൾ കേവലം നിമിത്തമാണെന്ന് കരുതിക്കൊണ്ട് ഭഗവാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യഥാവിധി ശരീരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അതിന് ആവശ്യമായ മാർഗദർശനം യഥാവിധി ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആചാര്യന്മാരെയാണ് ഇവിടെ ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിനെ ശുശ്രൂഷിക്കാനും സേവിക്കാനും ഗുരുവിന്റെ മുമ്പിൽ നമസ്കരിക്കാനും അതാണ് ഇവിടെ ഗുരു ശുശ്രൂഷണം എന്ന് പറയുന്നത്. യഥാർത്ഥ മാർഗദർശനം. എന്നാൽ ഗുരുവാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു മാർഗദർശനം നൽകുന്ന ഒരു ഉപാധി മാത്രമാണ് ഗുരു. ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ നിത്യനൈമിത്യ ജീവിതത്തെ നയിക്കേണ്ടത് നമ്മളാണ്. അതിൽ നിന്നാണ് നമുക്ക് ശ്രേഷ്ഠത കൈവരുത്താൻ സാധിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരം നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അത് ഗുരു തന്നതൊന്നുമല്ല. അപ്പൊ ഏത് ശ്രേഷ്ഠനായ ഗുരു ആയാലും വേണ്ടില്ല, അദ്ദേഹം നൽകുന്ന ആ ശരീരം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ഈശ്വരീയോപാസന എങ്ങനെ നടത്തും എന്ന് മാർഗദർശനം നൽകുന്ന ആളാണ് ആചാര്യൻ അഥവാ ഗുരു. അപ്പൊ ആ ഗുരുവിനെ സേവിച്ചും നമുക്ക് യഥാർത്ഥത്തിൽ ശരീരശക്തികളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള മാർഗദർശനം നേടുന്നതിന് വേണ്ടിയിട്ട് ആ ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുകയോ അവരുടെ മുമ്പിൽ നമസ്കരിക്കുകയോ സംശയങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും വിധത്തിൽ യഥാർത്ഥ അറിവ് നേടുക, അത് പ്രായോഗികത്തിൽ വരുത്തുക എന്നുള്ളത് നമ്മുടെ തന്നെ ധർമ്മമാണ്. ഗുരു എന്ന് പറയുന്ന ആള് മാർഗദർശനം നൽകിയത് കൊണ്ട് മാത്രം, അത് കേട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. അത് അതേപടി അനുകരിക്കാതെ അനുസരിക്കാൻ ശ്രമിക്കണം. അനുസരിച്ചാൽ മാത്രമേ ഗുരു ശുശ്രൂഷണം കൊണ്ടുള്ള യഥാർത്ഥ ഫലത്തെ ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. പിന്നെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി, അതാണ് നമുക്ക് ഏറ്റവും വലിയ അപകടം പിടിച്ച സംഗതി. കാരണം നമുക്ക് ഈ പ്രത്യേകമായ ശക്തി കഴിവുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പറയാതിരിക്കാം, ഇനി പറയുന്നത് പ്രവർത്തിക്കാതിരിക്കാം. നിഷ്കളങ്ക ഭാവം എന്തെങ്കിലും മനസ്സിൽ വെച്ച് ഏത് വിഷയങ്ങളാണെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പെരുമാറുന്നത് മറ്റൊരു ഭാവത്തിലായാൽ അവിടെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി വന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു തരത്തിൽ പെരുമാറുക, സ്വാർത്ഥപരമായിട്ട് പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലൊന്നും പ്രവൃത്തിയിൽ വരുമ്പം മറ്റൊന്നും ആയിട്ട് മാറുക, ഇതാണ് ശുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. കേവലം ശരീരത്തിന്റെ ശുദ്ധിയോ പരിസര ശുദ്ധിയോ വീടിന്റെ ശുദ്ധിയോ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ തേച്ച് മിനുക്കി വെച്ചത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ പറയുകയും പറയുന്നത് തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യണം. ഇതാണ് അന്ധകരണ ശുദ്ധിയുടെ ഏറ്റവും പ്രവൃത്തി. ഒരു കാരണവശാലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ മനസ്സിൽ ഒരു ധാരണയും തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ പെരുമാറാൻ ഇടവരുന്നത്. ഇത് നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. എന്തെങ്കിലുമൊക്കെ ആരെപ്പറ്റി ആണെങ്കിലും നമ്മുടെ കാഴ്ചപ്പാട് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയോട് ഒരു ദേഷ്യമോ ഒരു വിരോധമോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് അത് മനസ്സിൽ പിടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അത് മനസ്സിൽ വച്ചുകൊണ്ട് പെരുമാറാൻ ഇട വന്നാൽ അവിടെ അന്ധകരണ ശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മുൻകൂർ ഒരു വിധിയോടുകൂടി നമ്മുടെ ഏത് കർമ്മം ചെയ്താലും വേണ്ടില്ല, അത് വികലമാകാൻ കാരണമാകും. അതുകൊണ്ടാണ് അന്ധകരണ ശുദ്ധി വേണമെന്നർത്ഥം. നമുക്ക് സിദ്ധ്യസിദ്ധിയോ സമോഭൂത്വ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ എല്ലാവരുടെ അടുത്തും ഏത് തരത്തിൽ പെരുമാറുമ്പോഴും മനസ്സ് ശുദ്ധമായിരിക്കണം. നിഷ്കളങ്ക ഭാവത്തിൽ വേണം പെരുമാറാൻ. അത് ഈശ്വരനോട് അടുത്ത് ജപതപാദികൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ അടുക്കളയിൽ പോയിട്ട് പാചകം ചെയ്യുന്നതായിക്കോട്ടെ, മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതായിക്കോട്ടെ, അത് കഴിക്കുന്നതായിക്കോട്ടെ, മറ്റ് പ്രവർത്തികളിൽ നമ്മൾ ഓഫീസുകളിലോ അവരവരുടെ ജോലികളിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, പ്രകൃതിയോടായിക്കോട്ടെ, ഏത് തരത്തിൽ പെരുമാറുമ്പോഴും നിഷ്കളങ്ക ഭാവം, ഒരു കുട്ടിയുടെ മനസ്സ് പോലെ നിഷ്കളങ്കമായിട്ട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. അതിനെയാണ് ബാഹ്യ ആഭ്യന്തര ശുദ്ധി എന്ന് പറയുന്നത്. പിന്നെ സ്ഥിരത, ഉറച്ച ലക്ഷ്യബോധം. ഇപ്പം പഞ്ചഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം. ഈ ദൃഢനിശ്ചയം എന്ന ഭാവത്തിനാണ് ഉറച്ച ലക്ഷ്യബോധം. നമുക്ക് ജീവിതത്തിൽ തന്നെ പരമമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമുക്ക് എന്താകണം ഭാവിയിൽ,
അത് കുട്ടികളിൽ പോലും ഈ സംസ്കാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഭാവിയിൽ എന്താകണം എന്നൊരു കാഴ്ചപ്പാട്, ഒരുവിധം ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി അത്യാവശ്യം വിദ്യാഭ്യാസമായാൽ ആ കുട്ടിക്ക് വലുതായിട്ട് ആരാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വയമായിട്ടുണ്ടാകണം. നമ്മളെ നിർബന്ധിച്ച് അവരെ നീ ഇന്നതാകണം എന്ന് പറയുന്നതിലുപരി അവർക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ടോ എന്ന് അവരുടെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പം ജീവിതത്തിന്റെ തന്നെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മത്തിന്റെ പരമമായ ഉദ്ദേശ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. കാരണം 84 ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ കടന്നു വന്ന് ശ്രേഷ്ഠമായ ഒരു ജന്മം ലഭിച്ചത് ഈ മനുഷ്യ ശരീരത്തിലൂടെയാണ്. ഈ മനുഷ്യ ശരീരത്തിനെ ഈ പറയുന്ന ശക്തികളൊക്കെ ആർജിച്ചുകൊണ്ട് ഈശ്വര ശക്തിയെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിച്ച് കർമ്മബന്ധനങ്ങളില്ലാതെ അന്ധകരണ ശുദ്ധി വരുത്തി, പ്രവൃത്തിയിൽ കർമ്മത്തിൽ ശുദ്ധി വരുത്തി, ആത്മാവിനെ പവിത്രമായ ആത്മാവാണ് ഈശ്വരൻ നമുക്ക് നൽകിയത്. അത് നമ്മുടെ കർമ്മങ്ങളും വാസനാബലം കൊണ്ടും കർമ്മവാസനകളും നമ്മുടെ സ്വഭാവം കൊണ്ട് തന്നെ മലിനമാക്കി വെച്ചിട്ടുണ്ട്. അത് കർമ്മത്തിലൂടെ തന്നെ, കർമ്മങ്ങളാണ് അതിനെ അശുദ്ധീകരിച്ചത്. അതിനെ ശുദ്ധീകരിക്കാനുള്ള പവിത്രമായ കർമ്മങ്ങൾ ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് തന്നെ സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിൽ ലക്ഷ്യം. മനുഷ്യ ജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരനാണ് നമുക്ക് ജന്മം നൽകിയത്, ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചെത്തുക. അതായിരിക്കണം പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യബോധത്തോടു കൂടി ലക്ഷ്യം തീരുമാനിച്ചാൽ, ഉറച്ച ലക്ഷ്യം തീരുമാനിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ അതനുസരിച്ച് നീങ്ങിക്കോളും. ലക്ഷ്യം തീരുമാനിച്ചാൽ മതി. അത് വിവേചന ശക്തി കൊണ്ട് തീരുമാനിക്കണം. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ട നിത്യനൈമിത്യ കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠ വരുത്തുക എന്ന് പറഞ്ഞാൽ ഓരോ ചലനങ്ങൾക്കും കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. ആ കൃത്യനിഷ്ഠയിൽ ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരിക്കണം. ഈ 2 ഗുണങ്ങളെ നിങ്ങൾക്ക് ആശ്രയിച്ചാൽ പിന്നെയുള്ള 3 ഗുണങ്ങൾ ആ വ്യക്തിയെ കൊളുത്തിപ്പിടിക്കും. കൊളുത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നത്തെ ശക്തിയാണ്, ഗുണമാണ് വിവേചന ശക്തി, ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി. ആ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അടുത്ത ഗുണമാണ് ദൃഢനിശ്ചയം ചെയ്യുക. അതായത് നമ്മൾ ഏത് കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും 5 വിധത്തിൽ നമ്മളെ ബോധവൽക്കരിക്കാൻ ഈ പ്രകൃതി തന്നെ ശ്രമിക്കും. കാരണം ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അതില് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും പ്രവൃത്തി കൊണ്ട് ശരീരം കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുമ്പോഴും എല്ലാത്തിനും ഗുണദോഷങ്ങളുണ്ട്. അത് ചെയ്യാൻ പുറപ്പെടുമ്പോൾ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാം. കുടുംബത്തിലുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളോ പുറത്തു നിന്നുള്ളവരോ ഒരു കൂട്ടർ പറയും നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഒരു കൂട്ടർ പറയും നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാ, അത് ചെയ്യരുത്, അത് ചെയ്താൽ തലയില് ഇടുത്തി വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മളെ ഗുണവും ദോഷവും പറയും. ഏത് നല്ല കാര്യം ചെയ്യുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താലും വേണ്ടില്ല, അത് കാണുന്നവരും കേൾക്കുന്നവരും അതേപ്പറ്റി 2 അഭിപ്രായം പറയും. അപ്പം ഇവിടെ വിവേചന ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല അതൊക്കെ ക്ഷമയോടെ കേൾക്കണം. കേട്ടിട്ട് സെൽഫ് ഡിസിഷൻ എടുക്കണം. സെൽഫ് ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ഗുണദോഷങ്ങളെ യുക്തിസഹജമായിട്ട് ചിന്തിച്ച്, ഇനി വിപരീത ബുദ്ധി കൊണ്ട് വിമർശന ബുദ്ധിയോടുകൂടി ചിന്തിച്ചിട്ടായാലും വേണ്ടില്ല, അതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി, നമ്മുടെ ചുറ്റുപാട്, നമുക്കിതെങ്ങനെ നടപ്പാക്കാനുള്ള ശക്തിയും ക്ഷമയും എല്ലാവിധ നമ്മുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ നടപ്പാക്കാൻ പുറപ്പെട്ടാൽ അത് നമുക്ക് ഭവിക്കാവുന്ന ഗുണവും ദോഷത്തെ പറ്റി ഒക്കെ വിവേചനം ചെയ്തുകൊണ്ട് ലക്ഷ്യം എന്താണെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓർത്തോണ്ടിരുന്നോളാം. ലക്ഷ്യം എന്താണെന്ന് ഈശ്വരപ്രാപ്തിയാണ് പരമമായ ലക്ഷ്യം. ബാക്കി ഭൗതികമായി ഉണ്ടാകുന്ന ഈ ഗതിവിഗതികളല്ല. ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ശരീരം ഞാൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഏത് തരത്തിൽ ഇത് നടപ്പാക്കാൻ സാധിക്കും എന്ന് സ്വയം ചിന്തിച്ച് ദൃഢനിശ്ചയം ചെയ്യണം. അതിനെയാണ് ഇവിടെ ലക്ഷ്യബോധത്തോടുകൂടി, അതായത് ഉറച്ച ലക്ഷ്യബോധം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ചു കൊണ്ടുള്ള തീരുമാനം, ദൃഢനിശ്ചയം സ്വയം എടുക്കണം. അവിടെ പിന്നെ എല്ലാവരും പറയുന്ന ഒന്നും കേൾക്കരുത്.
ഈ മാർഗത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ, അതാണ് ഗുരു ശുശ്രൂഷണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയം തോന്നിയാൽ ആ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ചിട്ട് അതിന് നിവാരണം നടത്തണം. ഇല്ലെങ്കിൽ കണ്ടവനും കേട്ടവനോടൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങളെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയുമില്ല. അപ്പൊ ലക്ഷ്യം തീരുമാനിച്ചാൽ അതിന് ചെയ്യാൻ, ലക്ഷ്യത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, അനുഷ്ഠിക്കാൻ തീരുമാനിച്ച് അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ തരത്തിൽ പ്രകൃതി തന്നെ നിങ്ങൾക്ക് ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന അവസരം ഉണ്ടാക്കി തരും. ചിലർ നല്ലത് മാർഗം പറഞ്ഞു തന്നതായിരിക്കും, ചിലർ അതൊന്നും ശരിയല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കും, ഒരിക്കലും ഇത് ചെയ്യരുതെന്ന് ഉപദേശിക്കുന്നവരുണ്ടാവും. എങ്ങനെയൊക്കെ ആയാലും ഇതെല്ലാം കേട്ടിട്ട് അവരോടൊന്നും തർക്കിക്കാനോ അവരോടൊന്നും സ്പർദ്ധയ്ക്കോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകരുത്. എല്ലാം കേട്ടോളൂ. നമുക്ക് നല്ല മാർഗത്തെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ, അഥവാ പ്രകൃതി തന്നെ നമുക്ക് മാർഗദർശനം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം കണ്ടും കേട്ടും ആരൊക്കെ എന്തൊക്കെ കാണിച്ചു തന്നാൽ പോലും അതിനെയൊക്കെ ശ്രേഷ്ഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അത് സ്വയം ദൃഢനിശ്ചയം ചെയ്യണം. ആ ദൃഢനിശ്ചയം ചെയ്താൽ പിന്നെ അത് ത്യാഗമനസ്സോടെ നടപ്പാക്കണം. പിന്നെ ബാക്കിയൊന്നും ശരീരത്തെ പോലും മറന്നിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കണം എന്നർത്ഥം. അതാണ് പഞ്ചഗുണങ്ങളുടെ ഏറ്റവും, ഞാൻ 18 വർഷത്തെ എൻ്റെ ജീവിതം സക്സസ് ആക്കാൻ ഏറ്റവും ഗുണം ചെയ്തിരിക്കുന്നത് ഒരു ഗുരുതുല്യനായ ഉപദേശകൻ പറഞ്ഞു തന്ന പഞ്ചഗുണങ്ങൾ അത് മുറുക്കി പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടായത്. ഇത് കൂടുതൽ എന്താ ഞാൻ അനുഭവം പറയേണ്ടത് നിങ്ങളോട്. അപ്പം ഈ ശ്രേഷ്ഠത കൈവരുത്താൻ ഈ ശരീരം തന്നെയാണ് മാധ്യമം. അത് വേണ്ട വിധത്തിൽ ദൃഢനിശ്ചയം ചെയ്യണം. അതിന് ലക്ഷ്യം തീരുമാനിക്കണം. ലക്ഷ്യം തീരുമാനിച്ചാൽ പരമപദ പ്രാപ്തി എന്ന ലക്ഷ്യം, പരമപദ പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തി. ആ ഈശ്വരപ്രാപ്തിയെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിച്ച് അനുഭവിക്കണം. അപ്പോഴാണ് നമ്മൾ ശാന്തസുന്ദരമായ ജീവിതം, അനായാസന ജീവിതം നയിക്കാൻ സാധിക്കുക. അനായാസന ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ലളിതമായിട്ട് പറയാം, നമ്മൾ സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കുക. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാനും പോകണ്ട, ആർക്കും ഒരു ശല്യമായിട്ട് തീരണ്ട. ആരെങ്കിലും നമ്മളെ ശല്യപ്പെടുത്താൻ വന്നാലും നമ്മളൊട്ട് അതിലൊന്നും ഡിസ്റ്റർബഡ് ആകുകയും പാടില്ല. ഭക്തന്റെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ അധ്യായത്തില്. ആ സ്വഭാവത്തെ ശുദ്ധീകരിച്ച് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ പഞ്ചഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, അപ്പൊ വിവേചന ശക്തി ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് വേണ്ടവണ്ണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന ശ്രേഷ്ഠമായ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഈശ്വരപ്രാപ്തിയാണ്, ആത്മസമർപ്പണമാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യമെങ്കിൽ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊക്കെ അതിലേക്ക് നയിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് കർമ്മമാണ്, പറയുന്നത് കർമ്മമാണ്, പ്രവർത്തിക്കുന്നത് കർമ്മമാണ്. അപ്പൊ ഈ 3 മാർഗത്തിലൂടെ സ്വയം ചെയ്യേണ്ടത് സ്വയം ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, കൂടി ചെയ്യേണ്ടത് കൂടി ചെയ്യണം. ഈ 3 കർമ്മമാർഗങ്ങളും ചെയ്യുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ സ്വന്തമായ ഒരു നിശ്ചയം, സ്ഥിരത, ബുദ്ധി, ഉറച്ച ബുദ്ധിയോടുകൂടി നമ്മൾ എന്താകണം, ആരാകണം, ഏത് മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കണം, ശരീരത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതൊക്കെ സ്വയം ഡിസിഷൻ എടുത്തുകൊണ്ട്, തീരുമാനം എടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്നതൊക്കെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കുക. ഒരു കുട്ടി തന്നെ പരീക്ഷയ്ക്ക് പഠിക്കാനിരുന്നാൽ എനിക്ക് ഈ പരീക്ഷ പാസ്സാക്കണം എന്ന ലക്ഷ്യം ഉറപ്പിക്കണം. പിന്നെ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിയുടെ സ്വഭാവത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി അവനെ കൊണ്ട് സർവപ്രകൃതി ജൈഗുണായി. നമ്മൾ ഗുരുവായൂർക്ക് പോണം എന്ന് തീരുമാനിച്ചാൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, തടസ്സങ്ങൾ ഉണ്ടായാലും, ഏത് മാർഗം സ്വീകരിച്ചിട്ടും നമ്മൾ ഗുരുവായൂർ എത്തണം എന്ന് തീരുമാനിക്കുക. അത് നിങ്ങളെ എത്തിക്കും. അത് ഇടത്തു നിന്നോ വലത്തു നിന്നോ, ഏത് വാഹനത്തിലോ, സ്വന്തമായ വാഹനത്തിലോ അല്ലാതെയുള്ള വാഹനത്തിലോ, നടന്നിട്ടോ കിടന്നിട്ടോ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ലക്ഷ്യം തീരുമാനിച്ചോ അങ്ങോട്ട് എത്തിക്കും. അപ്പം ലക്ഷ്യമല്ല കർമ്മം. ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം നിങ്ങളെ അതിലേക്ക് നയിക്കണം. കർമ്മം ഒരിക്കലും ലക്ഷ്യമല്ല, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒരു ഉപാധി മാത്രമാണ്. ആ ഉപാധി ആചാരാനുഷ്ഠാനങ്ങളുടെ ഏത് മാർഗം സ്വീകരിക്കാം, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. അതിനെ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ് അനുഷ്ഠിക്കണം. ശ്രദ്ധ നല്ലവണ്ണം ഉണ്ടായിരിക്കണം. ശ്രദ്ധാവാൻ ലഭിച്ചാനും ഇത്തരത്തിലുള്ള ജ്ഞാനം ലഭിച്ചാൽ അത് അനുസരിച്ചുകൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ.
ആ തീരുമാനങ്ങൾ എടുത്താലോ അത് ത്യാഗമനസ്സ്, യാതൊരു ദാക്ഷിണ്യവും സംശയവും ലേശമില്ലാതെ അത് നടപ്പാക്കിക്കൊള്ളുക. നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് എങ്കിൽ അത് മുഹൂർത്തം പോലും നോക്കണ്ടെന്നാ ഞാൻ പറയാം. കാരണം എന്താ? ശുഭശീഘ്രം, നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് താമസിപ്പിക്കരുത്, ഉടനെ ചെയ്തു കൊള്ളാം. നിങ്ങൾ അതേപ്പറ്റി മറ്റാരോടെങ്കിലും ചിന്തിക്കാനോ പറയാനോ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതപ്പം നടപ്പാക്കാൻ സാധിക്കാതെ വരും. പിന്നെ 100 കൂട്ടം തടസ്സങ്ങൾ വരും. അത് തന്നെ ഒരു പ്രശ്നമായിട്ട് തീരും. അതുകൊണ്ട് നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ച ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് അത് ശുഭശീഘ്രം എന്ന ബോധത്തിൽ തന്നെ ചെയ്യാൻ തയ്യാറാക്കണം. അതാണ് സ്ഥിരത എന്ന് പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് ഇനി 5 ശ്ലോകങ്ങളിൽ ഇനിയും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അതിൽ ഒരു ശ്ലോകത്തിന്റെ കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ ചർച്ച ചെയ്തത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കേൾക്കാം. ദി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. അമാനിത്തം മതമഹിസ്തം അഹിംസ ശാന്തിരാർജവം ആചാര്യോപാസനം ശൗചം ധൈര്യമാത്മ വിനിഗ്രഹ. അതായത് സ്ഥിരബുദ്ധി, ലക്ഷ്യബോധത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ സ്വയം തീരുമാനമെടുത്ത് ത്യാഗമനസ്സോടെ നടപ്പാക്കുന്നതിനെയാണ് ഇവിടെ സ്ഥിരബുദ്ധി എന്ന് പറയുന്നത്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സമർപ്പിക്കാം. ബാക്കി ഭാഗം അടുത്ത ദിവസം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായനമാർഗേണ മഹിമഹീശാ ഗോ ബ്രാഹ്മണേഭ്യഃ സുഖോത്ഥിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.